ബഹുമാന്യ പ്രേക്ഷകരെ, കേരളീയ ദർശൻ ടിവിയുടെ കണ്ണാടിയിലൂടെ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കെ വേണുവിന്റെ ചില വാചകങ്ങൾ എടുത്തുകൊണ്ടാണ് ഇന്നത്തെ കണ്ണാടിയിലൂടെ എന്ന പ്രോഗ്രാം ആരംഭിക്കുന്നത്. ലോകത്തിലെ ബഹുഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ജനാധിപത്യ പാർട്ടികളായി സ്വയം മാറുകയും തൊഴിലാളി വർഗ സർവാധിപത്യം കൈയൊഴിയുകയും ചെയ്തു. ഇന്ത്യയിൽ അല്പം വൈകിയാണെങ്കിലും CPI അങ്ങനെ ചെയ്തു. എന്നാൽ CPM തൊഴിലാളി വർഗ സർവാധിപത്യ ലക്ഷ്യം നിലനിർത്തുന്നു. പാർട്ടിയാണ് പരമപ്രധാനമെന്നും പാർട്ടിയെ സംരക്ഷിക്കാൻ എന്തും ചെയ്യാം എന്നുമുള്ള അന്ധമായ പാർട്ടി ബോധം പ്രവർത്തകരിൽ വേരൂന്നുകയും ചെയ്യുന്നു. 51 വെട്ടുകളും അതുപോലുള്ള ക്രൂരകൃത്യങ്ങളും ചെയ്യാൻ കരുത്ത് നൽകുന്നത് ഈ അന്ധമായ പാർട്ടി ബോധമാണ്. ഇത് പറഞ്ഞത് കെ വേണു എന്ന് പറയുമ്പോൾ പുതിയ തലമുറയ്ക്ക് കെ വേണു എന്ന് പറയുന്നത് ആരാണെന്ന് പെട്ടെന്ന് അറിയാൻ കഴിയില്ല. ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടന്ന ആളാണ് കെ വേണു. പ്രസിദ്ധ ചിന്തകൻ, എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ, മുൻ നക്സലൈറ്റ് നേതാവ് എന്നീ നിലകളിലെല്ലാം കെ വേണു കേരളത്തിലും ഇന്ത്യയിലെ രാഷ്ട്രീയ മണ്ഡലങ്ങളിലും ഒരു കാലഘട്ടത്തിൽ ത്രസിച്ചു നിന്ന ആളാണ്. അദ്ദേഹം എഴുതിയ ഒരു വിപ്ലവത്തിന്റെ ദാർശനിക പ്രശ്നങ്ങളിൽ നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജനാധിപത്യ സങ്കല്പം എന്ന പുസ്തകത്തിലേക്ക് ആ ദൂരം എത്രയെന്ന് നാളിതുവരെയായിട്ടും വേണു വ്യക്തമാക്കിയിട്ടില്ല. വേണു ഒരു കാലഘട്ടത്തിൽ എഴുതിയാൽ അത് വായിക്കാനും, പ്രസംഗിച്ചാൽ അത് കേൾക്കാനും, സംസാരിച്ചാൽ അത് ശ്രദ്ധിക്കാനും യുവജനങ്ങളും വിദ്യാർത്ഥികളും തയ്യാറായി നിന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം വിപ്ലവത്തിന്റെ ദാർശനിക പ്രശ്നങ്ങൾ എന്ന പുസ്തകം എഴുതുന്നത്. അദ്ദേഹത്തിന്റെ നിലവിലുള്ള ചിന്താഗതി, ആശയങ്ങള്, പ്രവർത്തനങ്ങള്, വിശ്വാസങ്ങള് അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജനാധിപത്യ സങ്കല്പം എന്ന പുസ്തകം രചിച്ചുകൊണ്ട് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് പിൻവാങ്ങി. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പത്രാധിപരായിട്ടുള്ള പ്രേരണ എന്ന മാഗസിൻ, അത് പരസ്യമായി വിൽക്കാനോ പരസ്യമായി വായിക്കാനോ പരസ്യമായി കൊണ്ടു നടക്കാനോ കഴിയാത്ത ഒരു മാഗസിനായിരുന്നു അത്. എങ്കിൽ തന്നെയും ഒരു വിഭാഗം കോളേജ് അധ്യാപകർ, ബുദ്ധിജീവികൾ, സിനിമാ നാടക പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ തുടങ്ങിയവർ ആ മാഗസിൻ വളരെ രഹസ്യമായി കൈവശപ്പെടുത്തുകയും കൊണ്ടു നടക്കുകയും വായിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ വേണുവിനെ കുറിച്ചാണ് ആദ്യം അല്പം പറയാനുള്ളത്. വേണു പറഞ്ഞത് കേട്ട്, വേണു എഴുതിയത് വായിച്ച് മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി, സാമൂഹ്യ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി, സാംസ്കാരിക മാറ്റം വരുത്തുന്നതിന് വേണ്ടി, ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർക്ക് പലർക്കും പിതാക്കന്മാർ നഷ്ടപ്പെട്ടിട്ടുണ്ട്, സഹോദരന്മാർ നഷ്ടപ്പെട്ടിട്ടുണ്ട്, മക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരോടെല്ലാം വേണുവിന് എന്താണ് പറയാനുള്ളത്?
വേണുവിന് എഴുതാൻ, പറയാൻ, പ്രസംഗിക്കാം. പക്ഷെ വേണുവിന് പറഞ്ഞ ആശയങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, വേണു പറഞ്ഞ പ്രത്യയശാസ്ത്രം വിശ്വസിച്ചുകൊണ്ട്, വേണു വിശ്വസിപ്പിച്ച മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പ്രവർത്തിച്ചവരാണ് അവരുടെ പിതാക്കന്മാര്, അവരുടെ മക്കള്, അവരുടെ സഹോദരങ്ങളൊക്കെയാണ് ഇന്നും എവിടെയെങ്കിലൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവാം. അവരുടെ അമ്മമാർ എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവാം. അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വേണു എത്ര എഴുതിയാലും, എത്ര പറഞ്ഞാലും, എത്ര സംസാരിച്ചാലും, എത്ര പ്രസംഗിച്ചാലും പരിഹാരമാവില്ല. വേണുവിനെ കുറ്റപ്പെടുത്തുകയല്ല. വേണുവിന് മനസ്താപം ഉണ്ടാവാം. താൻ വിശ്വസിച്ചിരുന്ന പ്രത്യയശാസ്ത്രങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന് വിശ്വസിക്കാം, പറയാം, എഴുതാം. അതുകൊണ്ടൊക്കെയാണല്ലോ പൊതുപ്രവർത്തന രംഗത്തു നിന്ന് തന്നെ പൂർണ്ണമായും മാറിയിട്ട് എഴുത്തും വായനയുമായി കുടുംബവുമായി ഒതുങ്ങി ജീവിച്ചത്. ഇവിടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, പണ്ടൊരിക്കൽ ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്, 30-35 വയസ്സ് വരെ ഏതൊരു മനുഷ്യനും കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുമെന്ന്. ആ പ്രായം കഴിഞ്ഞ, ഈ ഷേക്സ്പിയർ പറഞ്ഞ പ്രായം കഴിഞ്ഞതിന് ശേഷമാണ് വേണുവിനും മാറ്റങ്ങൾ വന്നത്. അത് സ്വാഭാവികമായിരിക്കും. അതോടൊപ്പം തന്നെ വേണുവിന്റെ അന്നത്തെ സഹപ്രവർത്തകനായിരുന്ന, കോളേജ് അധ്യാപകനായിരുന്ന ബി രാജീവൻ പറയുന്നത് പാർട്ടിയോട് ഒട്ടി നിൽക്കുന്ന തീക്ഷ്ണശാലികളായി നടക്കുന്ന ഒരു വിഭാഗം ബുദ്ധിജീവികളുണ്ട്. കൊട്ടേഷൻ കൊലകളും ബോംബ് നിർമ്മാണവും ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ മറുവശത്ത് ഗാന്ധിക്കും ശ്രീനാരായണ ഗുരുവിനും വിവേകാനന്ദനും സ്തുതി പാടിക്കൊണ്ട് അവർ ഗിരിപ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അതാണ് ഈ പാർട്ടി പുരോഹിത ബുദ്ധിജീവികളുടെ പണി. ഇത്തരം ബുദ്ധിജീവികൾക്കെല്ലാം സംരക്ഷണ കവചവുമാണ് അവരുടെ നരേന്ദ്രമോദി വിമർശനം. ഇത് പറഞ്ഞത് ബി രാജീവനാണ്. ബി രാജീവൻ പറഞ്ഞ പല കാര്യങ്ങളും അർത്ഥവത്താണ്. വേണു പറഞ്ഞ കാര്യങ്ങളിലും പലതും അർത്ഥവത്താണ്. പലരും അത് ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. എങ്കിൽ തന്നെയും എപ്പോഴും വേണു വിതറിയ ആശയങ്ങളെ ശിരസ വഹിച്ചുകൊണ്ട് കുറെ ചെറുപ്പക്കാരികളൊക്കെ എപ്പോഴും എവിടേക്കെയോ അവരുടെ വിശ്വാസവുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് വേണുവിനോടും രാജീവിനോടും പറയാനുള്ളത്. രാജീവ് പറഞ്ഞ ബുദ്ധിജീവികൾ, പുരോഹിത ബുദ്ധിജീവികൾ, ആ വർഗത്തിൽ രാജീവിനെ ഉൾപ്പെടുമല്ലോ. രാജീവ് പറഞ്ഞതെല്ലാം ശരിയാണ്. ഒരു കാലഘട്ടത്തിൽ കെ സച്ചിദാനന്ദൻ, കടമനിട്ട രാമകൃഷ്ണൻ, എം മുകുന്ദൻ, ജോൺ എബ്രഹാം, കെ ആന്റണി, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, അതുപോലുള്ള ജോർജ് മാത്യു, അതുപോലുള്ളവരെല്ലാം ഇന്ന് ഉൾവലിഞ്ഞിരിക്കുന്നു. ശിവചന്ദ്രൻ അടക്കമുള്ളവര് അവരെവിടെയാണെന്ന് പോലും ഇപ്പോഴത്തെ ജനത്തിന് അറിയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് വേണുവും രാജീവനും ഇങ്ങനെ അവരുടെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥയും, ഇപ്പോഴത്തെ അവരുടെ ചിന്താഗതിയും, ഇപ്പോഴത്തെ അവരുടെ കാഴ്ചപ്പാടും, ഇപ്പോഴത്തെ അവരുടെ പ്രവർത്തന രീതിയുമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞു വെച്ചത്. അത് ഇനിയും തുടരുമായിരിക്കാം. ഇന്ന് വന്നൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ ഇ.പി. ജയരാജനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റി രാജിവെച്ചു എന്നാണ് ചില വാർത്ത ചില മീഡിയകളിൽ വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് രാജി എന്നുള്ള ഒരു വാക്കില്ല. രാജി ചോദിച്ചു വാങ്ങാം, അല്ലെങ്കിൽ അദ്ദേഹം
നടപടിയെടുത്ത ആ അംഗം ഉൾപ്പെടുന്ന കമ്മിറ്റിയിൽ വെച്ച് അയാളുടെ പേരിൽ നടപടിയെടുത്ത് എടുക്കാം. അതൊക്കെയാണ് അതിൻ്റെ ഭരണഘടനയിൽ പറയുന്നത്. അതൊന്നുമായിക്കൊള്ളട്ടെ. ഇ പി ജയരാജനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി ആ സ്ഥാനത്ത് മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ വന്നിരിക്കുന്നു. രാമകൃഷ്ണനെ കുറിച്ചൊന്നും മോശമായ അഭിപ്രായമൊന്നും ആർക്കുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കുന്നതിനുണ്ടായ ഭൗതിക സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം, പ്രവർത്തന ശൈലി, ഇതെല്ലാമാണ് വിലയിരുത്തുന്നത്. ഇ പി ജയരാജൻ വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ സ്വന്തക്കാർക്ക് ജോലി കൊടുത്തു എന്നതുകൊണ്ട്, അതായത് ശ്രീമതി പി കെ ശ്രീമതിയുടെ മകന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തതുകൊണ്ട് അദ്ദേഹത്തിന് വ്യവസായ മന്ത്രി പദവിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ആ ആരോപണത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ ഇപ്പോഴോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പദവി കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ തൊട്ടടുത്ത പദവി LDF കൺവീനർ. സർവശ്രീ അഴീക്കോടൻ രാഘവനും PV കുഞ്ഞിക്കണ്ണനും MM ലോറൻസും VS അച്യുതാനന്ദനും അടക്കമുള്ളവര് വഹിച്ചിരുന്ന ആ പദവിയിൽ നിന്നാണ് ഇ പി ജയരാജന് ഇപ്പോൾ ഇറങ്ങിപ്പോകേണ്ടി വന്നിരിക്കുന്നത്. ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരവസരത്തിൽ പച്ചയായ മനുഷ്യനാണ്, ആരെയും സഹായിക്കാനുള്ള മനസ്സുള്ള മനുഷ്യൻ. അതേസമയം ചില കുടില തന്ത്രങ്ങളുള്ള ചിലരുമായുള്ള ചങ്ങാത്തം, ആ ചങ്ങാത്തം അദ്ദേഹത്തെ പലപ്പോഴും വഴിതെറ്റിച്ചിട്ടുണ്ട്. പാർട്ടിക്കകത്തുള്ള ചിലരുമായി, പ്രത്യേകിച്ചും അനുഭവ സമ്പത്തില്ലാത്ത ത്യാഗപൂർവമായ പ്രവർത്തനം നടത്തി പരിചയമില്ലാത്തവരുമായിട്ടുള്ള കൂട്ടുകെട്ട്, അവര് വാഗ്ദാനം ചെയ്യുന്ന അല്ലെങ്കിൽ അവർ നൽകുന്ന സുഖകരമായ ചില കാര്യങ്ങൾ, അത് സുതാര്യമായതും സുതാര്യമല്ലാത്തതുമാവാം. ഇതിലെല്ലാം അറിഞ്ഞോ അറിയാതെയോ ജയരാജൻ ഉൾപ്പെടാറുണ്ട്. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാവാം ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകന്റെ മകന്റെ ജന്മദിനത്തിന്, ആ ജന്മദിനത്തിൽ പങ്കെടുത്തത് BJPയുടെ ഒരു അഖിലേന്ത്യാ നേതാവ്. BJPയുടെ അഖിലേന്ത്യാ നേതാവിന് ഒരു ചടങ്ങിൽ പങ്കെടുത്തൂടെ എന്ന് ചോദിച്ചാൽ പങ്കെടുക്കാം. ഒരു ഇ പി ജയരാജന്റെ കുടുംബം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. ആ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ ഒരു കുഞ്ഞിന്റെ ജന്മദിനാഘോഷത്തിന് എതിർചേരിയിൽ നിൽക്കുന്ന എന്നും ശത്രുക്കളെ പോലെ പെരുമാറുന്ന രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന പ്രസ്ഥാനങ്ങളുടെ അതിൽ ഒരു പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ നേതാവ് വന്നു ആ ചടങ്ങിൽ ആശംസ നേർന്നു എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാർക്ക് ഇന്നും മാർക്സിസവും ലെനിനിസവും വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദവും സോഷ്യലിസം സിദ്ധാന്തവും പ്രയോഗവും എല്ലാം മനസ്സിലിട്ട് താലോലിക്കുന്ന പാപം അനുഭാവികൾ ഉണ്ട് എന്ന വസ്തുത ജയരാജൻ മനസ്സിലാക്കണമായിരുന്നു. അങ്ങനെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾക്ക്, ചടങ്ങുകൾക്ക് പങ്കെടുക്കില്ലായിരുന്നു. എന്നാലും അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു. തുടർന്ന് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ആ പാർട്ടി നടപടി പുറത്തു പറയേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ്. അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി കൂടി അല്ലെങ്കിൽ അതിൽ പ്രധാന ആൾക്കാർ, പ്രധാന അംഗങ്ങൾ, ന്യൂക്ലിയർ എന്നുപോലെ അതിന്റെ പ്രധാനപ്പെട്ട അംഗങ്ങളെ കൂടി അത് പുറത്തു പറയുമായിരിക്കും. പത്ര ദ്വാര
പത്രക്കുറിപ്പ് നൽകുമായിരിക്കും. അതുപോലെ തന്നെ സി പി ഐയുടെ അഖിലേന്ത്യാ നേതാവ് ആനി രാജയ്ക്ക് ഒരഭിപ്രായം, സംസ്ഥാന കമ്മിറ്റിക്ക് ബിനോയ് വിശ്വത്തിന് ഒരഭിപ്രായം, പ്രകാശ് ബാബുവിന് മറ്റൊരു അഭിപ്രായം. ഇതെല്ലാം പലപ്പോഴും അടക്കം പറഞ്ഞെങ്കിൽ തന്നെയും പരസ്പരം യോജിക്കുന്നവരുമായും അത് കൈമാറിയെങ്കിൽ തന്നെ ഇപ്പോൾ അതെല്ലാം പുറത്തു വന്നിരിക്കുന്നു. പ്രധാനമായും സിനിമാ രംഗത്തുള്ള ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആരോപണത്തിൽ CPM-ന്റെ MLA മുകേഷ് രാജിവെക്കണമെന്ന് CPI-യുടെ അഖിലേന്ത്യാ നേതാവ് ആനി രാജ അവിടെ പറഞ്ഞിരിക്കുന്നു. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദാക്കരാട്ട് പറയാതെ പറഞ്ഞിരിക്കുന്നു. CPI-ക്ക് തന്നെ മുകേഷ് MLA സ്ഥാനം നിന്ന് ഒഴിയണം എന്ന അഭിപ്രായമാണ് ഉള്ളത്. അത് അവർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ധരിപ്പിച്ചു. ഒരാളുടെ പേരിൽ ആർക്കും എന്തും ആരോപണം ഉന്നയിക്കാം. ഉന്നയിക്കുന്ന ആരോപണമെല്ലാം ശരിയാകണമെന്നില്ല. അതിന്റെ നിജസ്ഥിതി കണ്ടെത്തുന്നതുവരെ, നിജസ്ഥിതിയിലേക്ക് എത്തിക്കുന്നതുവരെ ഒരാളിനെ കുറ്റക്കാരനായി കണ്ട് പ്രതിക്കൂട്ടിൽ നിർത്തി ശിക്ഷിക്കുന്നത് ശരിയായ നടപടിയല്ല. പ്രത്യേകിച്ചും മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ രാജി ഒരിക്കലും ശരിയല്ല. മാത്രമല്ല, ഇപ്പോഴ് സിനിമാ മേഖലകളിൽ നിന്നും നിരവധി പേർ തന്നെ ചൂഷണം ചെയ്തു, തന്നെ അങ്ങനെ ചെയ്തു, തന്നെ ഇങ്ങനെ ചെയ്തു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിരവധി നടിമാര്, 2 ഡസനിലധികം നടിമാർ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. ഇനിയും വരാം. ഇപ്പോഴും പ്രമുഖരൊന്നും രംഗത്ത് വന്നിട്ടില്ല. അവരെല്ലാം മടയ്ക്ക് അപ്പുറത്ത് നിൽക്കുകയാണ്, കട്ടന് പിന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും വരാം. ചിലപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം അന്വേഷണം നടത്താൻ കേരളത്തിലെ പോലീസ് ഓഫീസർമാർ പോരാതെ വന്നുകൂടായികയുമില്ല. എന്തൊക്കെയാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ഇതൊരു ഗൗരവമായി തോന്നിയിട്ടില്ല. ഇതൊക്കെ സാധാരണ സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരുന്ന, ഇനിയും നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണെന്ന നിലയിൽ അവർ അതൊക്കെ നിസ്സാരവൽക്കരിച്ച് കളയുകയാണ് പതിവ്. ദിലീപിനെ 2 മാസത്തോളം ജയിലിലടച്ചിട്ട് അദ്ദേഹം തിരിച്ചു വന്ന് സിനിമയിൽ അഭിനയിക്കുകയും നിർമ്മിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ആ സിനിമയെല്ലാം ജനങ്ങൾ തിരസ്കരിച്ചില്ല. ജനങ്ങൾ അത് സ്വീകരിക്കുകയാണ് ചെയ്തത്. അതാണ് ജനത്തെ സംബന്ധിച്ചോ പ്രത്യേകിച്ചും പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമേ അല്ല. കേരളത്തിലെ കോറികൾ ഇവിടെ നോക്കിയാലും പ്രകമ്പനം കൊള്ളിക്കുന്ന, മാറ്റൽ കൊള്ളിക്കുന്ന ശബ്ദത്തോടുകൂടി പാറകൾ പൊട്ടിച്ചിതറുന്ന ശബ്ദങ്ങൾ കേൾക്കാം. എന്നാൽ ഈ പാറ കോറികളിൽ 85% പാറ കോറികൾ നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ആണ് പ്രവർത്തിക്കുന്നത്. ഇത് നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞത് പ്രസിദ്ധ പ്രകൃതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലാണ്. അദ്ദേഹമാണ് പശ്ചിമഘട്ടത്തെ വേർതിരിച്ച് പറഞ്ഞത്. ആ പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാ എന്ന് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ, സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിന് ചില നിർദ്ദേശങ്ങളും വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം എത്രത്തോളം കാര്യക്ഷമമാവും എന്നൊന്നും പറയാനാവില്ല. പാറക്കോടെ കുടുംബശ്രീക്കാരെ ഏൽപ്പിച്ചാൽ അതിന്റെ ഗതി എന്താകുമെന്ന് പറയാനാവില്ല. നല്ല നിലയിൽ നടത്തുന്ന കുടുംബശ്രീകളുണ്ട്. അതേസമയം പരസ്പരം നുണകളും അസൂയകളും തിരിമറികളും അതുപോലുള്ള കുഴപ്പങ്ങൾ പിടിച്ച വിഷയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കുടുംബശ്രീകളും ഉണ്ടാവാം. അതുകൊണ്ടത് കുടുംബശ്രീകളെ ഏൽപ്പിക്കണമെന്ന് പറയുന്നത് എത്രത്തോളം
അത് എത്രത്തോളം ശരിയാവുമെന്ന് ഇപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് ഇന്ന് ആരോ പറഞ്ഞ് അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ വനിത തന്നെയാണ് പറഞ്ഞത്, സ്ത്രീകൾ ഒറ്റയ്ക്ക് രാഷ്ട്രീയ നേതാക്കന്മാരെ അടുത്ത് ചെല്ലരുത്. ഒരു പുതിയ വാണിംഗാണ്, ഒരു പുതിയ മുന്നറിയിപ്പാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിത് കേരളീയ ദർശൻ ഇത് പറഞ്ഞതാണ്. സിനിമാ മേഖലയിൽ മാത്രമല്ല, മറ്റ് പല മേഖലകളിലും പോലെ സിനിമാ മേഖലയേക്കാൾ രൂക്ഷമാണ് രാഷ്ട്രീയ മേഖലയിലെ ലൈംഗിക ചൂഷണം. അതിനെക്കുറിച്ച് കൂടി അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. രാഷ്ട്രീയ രംഗത്തുള്ള ചൂഷണത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ ഒരുപക്ഷെ ഇപ്പോൾ സിനിമാ മേഖലയിൽ പല സ്ത്രീകളും മുന്നോട്ട് വന്ന് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി മുമ്പാകെ അവർ പറഞ്ഞതുപോലെ രാഷ്ട്രീയ രംഗത്തെ ചൂഷണത്തെക്കുറിച്ച്, രാഷ്ട്രീയ രംഗത്ത്, പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ, സ്ത്രീകൾ വഹിക്കുന്ന ഭരണസമിതികളിൽ പുരുഷന്മാരിൽ നിന്നും ഉണ്ടാകുന്ന തേജോപദങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആക്ഷേപങ്ങൾ, ചൂഷണങ്ങൾ, അതെല്ലാം ഒരു കമ്മീഷനെ നിയമിച്ചാൽ, ഹേമ കമ്മീഷൻ എന്നുള്ള അവസരം കമ്മീഷൻ എന്നുള്ള പേര് മാറ്റി കമ്മിറ്റി എന്നാക്കി. കാരണം കമ്മീഷൻ ആകുമ്പോഴത്തേന് അതിൽ അവരുടെ കണ്ടെത്തലുകളിൽ കുറ്റക്കാരെന്ന് ബോധ്യമുള്ളവരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യാം. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവസാനം കമ്മീഷൻ എന്ന പേര് മാറ്റി കമ്മിറ്റി എന്ന പേര് ആക്കിയത് എന്നത് പച്ചവെള്ളം പോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച്, ചൂഷണങ്ങളെക്കുറിച്ച്, അതുപോലുള്ള മറ്റു ചില വിഷയങ്ങളെക്കുറിച്ചെല്ലാം അവിടെയെല്ലാം സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, നേരിടുന്ന ആക്ഷേപങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചാൽ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരും. ഞെട്ടിക്കുന്ന പല വിവരങ്ങളും രഹസ്യമായി പുറത്തു വന്നിട്ടുണ്ട്. സാഹിത്യകാരനായ യശശരീരനായ ശ്രീ എം സുമാൻ എഴുതിയ ശേഷക്രിയ എന്ന നോവൽ ഇപ്പോഴും DC ബുക്കുകളുടെ ബുക്ക് സ്റ്റാളുകളിൽ ലഭിക്കും. അതിൽ പറയുന്ന കഥാപാത്രങ്ങൾ 90% പേരും ജീവിച്ചിരിക്കുന്നവരും തിരുവനന്തപുരം തലസ്ഥാന നഗരവുമായി പ്രവർത്തിച്ചിട്ടുള്ളവരുമാണ്. പല നേതാക്കന്മാരും അതിനകത്തുണ്ട്. അത് തിരുവനന്തപുരത്തുകാർക്ക് വായിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഇടതുപക്ഷ പാർട്ടികളിലെ പ്രവർത്തകർക്ക് വായിക്കുമ്പോൾ, അതിൽ പറയുന്ന ഓരോ കഥാപാത്രങ്ങളും ഏത് നേതാവിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വ്യക്തമായും തിരിച്ചറിയാനാകും. ഇതൊക്കെയാണ് രാഷ്ട്രീയ രംഗത്തുള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് നാളെ തന്നെ രാഷ്ട്രീയ രംഗത്ത് നടക്കുന്ന സ്ത്രീകളുടെ മേൽ നടക്കുന്ന അതിക്രമങ്ങൾ, ചൂഷണങ്ങൾ, ആക്ഷേപങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം അന്വേഷിക്കാൻ നാളെ തന്നെ ഒരു അന്വേഷണ കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷനോ നിയമിക്കുമെന്നുള്ള ധാരണ ആർക്കും വേണ്ട. അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പല നേതാക്കന്മാർക്കും ഇറങ്ങി നടക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ പൊതുവേദികളിൽ വരാൻ കഴിയാത്ത, തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ തുടരാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു ചേരും. അതുകൊണ്ട് അത് ഉടനെയൊന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും അതുണ്ടാവണം. പൊതുരംഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും അവരുടെ നേരെ ഉണ്ടാവുന്ന അതിക്രമങ്ങളും ചൂഷണങ്ങളും എല്ലാം പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഉന്നത കമ്മിറ്റിയെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ കണ്ണാടിയിലൂടെ എന്ന പരിപാടി ഇവിടെ പൂർത്തിയാക്കുകയാണ്. നന്ദി, നമസ്കാരം.